നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 ഇനി അവശേഷിക്കുന്ന കുറച്ച് പോയിന്റുകളെ കുറിച്ച് പറയാനാണ്. അതായത് ചലച്ചിത്ര ഭാഷയും ശരീരഭാഷയും എന്നതിനെക്കുറിച്ചും അതുപോലെ നിശബ്ദ സിനിമയും ശബ്ദ സിനിമയും എന്നതിനെക്കുറിച്ചും കളർ സിനിമ അതുപോലെ ഹൊറർ കോമഡി മ്യൂസിക്കൽ സിനിമകൾ ഈ ആശയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചലച്ചിത്ര ഭാഷയും ശരീരഭാഷയും എന്താണെന്ന് പരിചയപ്പെടാം. സിനിമയിൽ ആദ്യമായിട്ട് ശരീരഭാഷയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സിനിമയെ സംബന്ധിച്ചുള്ള ശരീരഭാഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനുഷ്യന്റെ ശരീരഭാഷയല്ല എന്നത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സിനിമയെ സംബന്ധിച്ച് ഉള്ള ശരീരഭാഷ എന്ന് പറയുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളിലെ അഭിനേതാക്കളുടെ ശാരീരികമായിട്ടുള്ള ആംഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ശരീര ചേഷ്ടകളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിനിമയിലെ ശരീരഭാഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഒരു അഭിനേതാവിൻ്റെ നിൽപ്പ്, നടപ്പ്, നോട്ടം തുടങ്ങിയവയിലൂടെ ഒരു കഥാപാത്രത്തിൻ്റെ ശരീരഭാഷ രൂപപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ശരീരഭാഷ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രേക്ഷകന് യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം സിനിമയെ സംബന്ധിച്ച്. കാരണം ഓരോ നടീനടന്മാരും കഥയ്ക്കനുസരിച്ച്, കഥയുടെ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ശരീരഭാഷകൾ അവർ പ്രയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സങ്കടം വരുന്ന സമയത്ത് അതിലെ അഭിനേതാക്കളുടെ മുഖഭാവത്തിലും ശരീര ചലനങ്ങളിലൊക്കെ അതിൻ്റെ വ്യതിയാനങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാൽ ആണെങ്കിൽ മോഹൻലാലിൻ്റെ ശരീരഭാഷ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു സങ്കടം വരുന്ന ഒരു സന്ദർഭമാണ് എന്ന് നിങ്ങൾ കരുതിയാൽ മോഹൻലാലിൻ്റെ എല്ലാ ശരീര അവയവങ്ങളും അതിനോടൊപ്പം തന്നെ ആ ഒരു സങ്കടഭാവം അദ്ദേഹത്തിൻ്റെ കയ്യിലും അതുപോലെ തന്നെ കണ്ണിലും ശരീരത്തിലൊക്കെ ആകമാനം ആ സങ്കടത്തിൻ്റെ ഭാവം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നിർവചനം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിനൊരു ചെറിയൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട് താനും. അതായത് ആശയങ്ങളുടെ വിനിമയത്തിനായി ബോധപൂർവമോ അല്ലാതെയോ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തെയോ ഒന്നിലധികം അവയവങ്ങളെയോ വിനിയോഗിക്കുന്ന ശരീരചലനങ്ങളുടെ ആകെത്തുകയാണ് ശരീരഭാഷ എന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ആശയങ്ങളുടെ വിനിമയത്തിനായി ബോധപൂർവമോ അല്ലാതെയോ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തെയോ ഒന്നിലധികം അവയവങ്ങളെയോ വിനിയോഗിക്കുന്ന ശരീരചലനങ്ങളുടെ ആകെത്തുകയാണ് ശരീരഭാഷ എന്ന് പറയുന്നത്. ഇവിടെ വാക്കുകൾ കൊണ്ടുള്ള ആശയവിനിമയം ശരീരഭാഷയിലെ ഒരു ഘടകം മാത്രമാണ്. വാക്കുകളുടെ സഹായമില്ലാതെ ആശയവിനിമയത്തിന്റെ മേഖലയാണ് ശരീരഭാഷയുടെ സാധ്യതകളെ വെളിവാക്കുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംഭാഷണം മാത്രമല്ല നമ്മുടെ മുഖത്ത് കാണുന്നത്. അതിലുള്ള ഭാവങ്ങൾ മിന്നിമായുന്നു, ശരീരത്തിന്റെ ചലനങ്ങൾ തുടങ്ങിയവയൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. ശരീരഭാഷയുടെ വിനിയോഗം നടക്കുന്ന ഓരോ സാഹചര്യത്തിലും സന്ദേശത്തെ വിട്ടുകൊടുക്കുകയും സന്ദേശത്തെ സ്വീകരിക്കുന്നതുമായ പ്രക്രിയകൾ ഇവിടെ നടക്കുന്നു എന്ന് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ജൂലിയസ് ഫാസ്റ്റ് പറയുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, സിനിമയിലെ ശരീരഭാഷയെക്കുറിച്ച് പറയുമ്പോൾ കഥയെ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിനെ രേഖപ്പെടുത്തുന്ന രീതിയാണ് സിനിമയിലെ ശരീരഭാഷയ്ക്ക് രൂപഭാവങ്ങൾ നൽകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. സിനിമയും ശരീരഭാഷയും തമ്മിലുള്ള ബന്ധത്തിന്റെ മേഖലകളെ പറ്റി നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നതും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു സിനിമയിൽ ശരീരഭാഷയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് കഥാപാത്രങ്ങളുടെ ബാഹ്യരൂപം, വസ്ത്രധാരണം, പെരുമാറ്റ രീതി, ചലനങ്ങൾ, അഭിനയം, സംഭാഷണ രീതി തുടങ്ങിയൊക്കെ സമന്വയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരഭാഷ എന്നാണ് പറയുന്നത്. ഇത് ക്യാമറയുടെ സഹായത്തോടെ പ്രകാശ സന്നിവേശത്തോടെ ഇത് പകർത്തുകയാണ് സിനിമയിൽ ചെയ്യുന്നത്. ഈ ഒരു ശരീര ചലനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭാഷണ ഭാഗങ്ങളെ പകർത്തുകയാണ് ക്യാമറയിൽ ചെയ്യുന്നത്. അങ്ങനെ വളരെ ചിട്ടയോട് കൂടി അത് പകർത്തുമ്പോൾ ഒരു നല്ല സിനിമ രൂപപ്പെടുന്നു എന്നത് കൂടി ഇവിടെ മനസ്സിലാക്കുക.
ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ചലച്ചിത്ര ഭാഷ. എന്താണ് ചലച്ചിത്ര ഭാഷ എന്നത് നമുക്ക് പരിചയപ്പെടാം. സിനിമയെ സംബന്ധിച്ച് ചലച്ചിത്ര ഭാഷ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ അടയാളപ്പെടുത്തുന്ന തിരക്കഥ. സംവിധായകൻ അടയാളപ്പെടുത്തുന്ന തിരക്കഥ എന്ന് പറയുമ്പോൾ ഒരു തിരക്കഥാകൃത്ത് സംവിധായകനെ ഈ തിരക്കഥ ഏൽപ്പിക്കുമ്പോൾ അതില് സംവിധായകൻ വേണ്ട ചില തിരുത്തലുകൾ ഉണ്ടാക്കിയെടുക്കും. അതായത് സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഈ തിരക്കഥയെ മാറ്റിയെടുക്കും. അതായത് ഈ തിരക്കഥയെ ദൃശ്യാത്മകമാക്കും. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യമായിട്ടുള്ള ഒരു കലയാണെന്ന് നമുക്കറിയാം. അത് ഇങ്ങനെ ദൃശ്യമാക്കുമ്പോൾ അതിനൊരു ഭാഷ കൈവരും. ആ ഭാഷയാണ് നമ്മളിവിടെ ചലച്ചിത്ര ഭാഷ എന്ന് പറയുന്നത്. ഞാനത് ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ചലച്ചിത്രകാരൻ തന്റെ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന സംഭാഷണം മാത്രമല്ല ചലച്ചിത്രത്തിന്റെ ഭാഷ. അത് സംഭാഷണങ്ങൾ ചലച്ചിത്ര ഭാഷയുടെ ഭാഗമായി മാറുന്നു എന്ന് മാത്രമാണ് അതിന് പറയാൻ സാധിക്കുള്ളൂ. ഒന്ന് നിർവചിച്ച് പറയുകയാണെങ്കിൽ, സംവിധായകൻ വിന്യസിക്കുന്ന ഷോട്ടുകളെയോ സീനുകളെയോ അർത്ഥ പരിണാമമാണ് ഇവിടെ ചലച്ചിത്രത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സിനിമയിൽ ഗാനം, നൃത്തം, പ്രണയം, അതുപോലെ ബന്ധങ്ങളുടെ വൈകാരികത ഇവയൊക്കെ സിനിമയ്ക്ക് ആവശ്യമുള്ള ചേരുവകളാണ്. ഇവയെ സിനിമയിൽ ഫോർമുലകൾ എന്നാണ് പറയുന്നത്. ഈ ചേരുവകളെ അനുയോജ്യമായ വിധത്തിൽ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ ഒരു നല്ല സംവിധായകൻ ചെയ്യുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ സിനിമയെ സംബന്ധിച്ച് ചലച്ചിത്ര ഭാഷ എന്ന് പറയുന്നത്. കാരണം എല്ലാ ചലച്ചിത്രത്തിനും ഒരു ഒരു വ്യക്തമായിട്ടുള്ളൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിന് ഒരേ ഒരു ഫോർമാറ്റ് എല്ലാ സിനിമയ്ക്കും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ ചലച്ചിത്ര ഭാഷ എന്ന് പറയുന്നത്. കാരണം ഗാനം, നൃത്തം, പ്രണയം, ബന്ധങ്ങളുടെ വൈകാരികത ഇവയൊക്കെ എല്ലാ സിനിമകളിലും ഇതിന്റെ ഈ പറഞ്ഞ അവസ്ഥകളുടെ അളവിൽ അല്പം വ്യത്യാസം വരുമെങ്കിലും ഇതെല്ലാം സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ സിനിമയിലും ഈ പറയുന്ന ചേരുവകൾ ചേർക്കുക തന്നെയാണ് ഒരു ചലച്ചിത്രത്തിന്റെ സ്വത്വം അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ അതിനെ തന്നെയാണ് ഇവിടെ ചലച്ചിത്ര ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ചലച്ചിത്ര ഭാഷയ സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു പ്രാധാന്യമുള്ള മറ്റൊരു വസ്തുതയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതിനും ഈ പറയുന്ന രീതിയിൽ തിരക്കഥയിൽ വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഒരു സംവിധായകനെ സംബന്ധിച്ചാണ് ചലച്ചിത്ര ഭാഷ നിലകൊള്ളുന്നത്. എന്നാൽ ശരീരഭാഷ നിലകൊള്ളുന്നത് അഭിനേതാവിനെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ നടീനടന്മാരെ ഉദ്ദേശിച്ചാണ് ശരീരഭാഷ നിലനിൽക്കുന്നതെങ്കിൽ ചലച്ചിത്ര ഭാഷ സംവിധായകനെയും അതുപോലെ തന്നെ തിരക്കഥാകൃത്തിനെയും ആശ്രയിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സംവിധായകനാണ് ഒരു ചലച്ചിത്രത്തിന്റെ ടോൺ, അല്ലെങ്കിൽ ഒരു ചലച്ചിത്രം എങ്ങനെയാണ് പുരോഗമിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ചലച്ചിത്രത്തിന്റെ ഒരു സ്വഭാവം രൂപീകരിക്കുന്നത്. ആ സ്വഭാവത്തിൽ കടന്നുകൂടുന്നതാണ് ഈ ചലച്ചിത്ര ഭാഷ എന്ന് പറയുന്നത്. കാരണം ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു തനതായിട്ടുള്ള ഒരു രൂപമുണ്ട്. ആ രൂപത്തെ രൂപപ്പെടുത്തുകയാണ് ഇവിടെ ചലച്ചിത്ര ഭാഷയിലൂടെ ചെയ്യുന്നത്. അതായത് തിരക്കഥയിൽ ദൃശ്യവൽക്കരണം സംഘടിപ്പിക്കുകയാണ് ഇവിടെ സംവിധായകൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ ചലച്ചിത്ര ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരീരഭാഷ നടീനടന്മാരെ ഉദ്ദേശിച്ചാണ്, ചലച്ചിത്ര ഭാഷ സംവിധായകനെ ആശ്രയിച്ചാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതനുസരിച്ച് നിങ്ങൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് നിശബ്ദ സിനിമ, ശബ്ദ സിനിമ. ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പരിചയപ്പെടാം. നിശബ്ദ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ നിർവചനം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആദ്യത്തെ സിനിമകളൊക്കെ നിശബ്ദ സിനിമകളായിരുന്നു. കാരണം അന്ന് നമ്മുടെ ദൃശ്യങ്ങൾ മാത്രം പകർത്തുവാനുള്ള സാങ്കേതിക വിദ്യ മാത്രമേ അന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ. ശബ്ദങ്ങൾ പകർത്തുക എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ അതായത് പഴയ കാലഘട്ടത്തിലെ ലൂമിയർ സഹോദരന്മാരുടെ കാലഘട്ടം മുതലേ നമ്മുടെ ദാദാ സാഹേബ് ഫാൽക്കെയുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിമായിട്ടുള്ള നമുക്കറിയാം രാജ ഹരിശ്ചന്ദ്ര വരെയുള്ള സിനിമകളൊക്കെ തന്നെ നിശബ്ദ ചിത്രങ്ങളായിരുന്നു. ശബ്ദം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവയിൽ രാജ ഹരിശ്ചന്ദ്രയ്ക്കൊക്കെ തിരക്കഥയുണ്ടായിരുന്നു, കഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അതിലെ നടീനടന്മാരുടെ ചലനങ്ങളും അതിൽ നടക്കുന്ന ആംഗ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി, കഥയുടെ ഓരോ സീനുകളും മനസ്സിലാക്കി വേണം നമുക്ക് കഥ മനസ്സിലാക്കാൻ. ഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല.
ഭാഷ ഉൾപ്പെടുത്തണമെങ്കിൽ അതിൽ ശബ്ദം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. എന്നാൽ സിനിമ കണ്ടുപിടിച്ച് ഏകദേശം 30 വർഷത്തിന് ശേഷം ശബ്ദ സിനിമകൾ പുറത്തിറങ്ങി എന്നാണ് പറയുന്നത്. ഈ ശബ്ദ സിനിമകൾ പുറത്തിറങ്ങിയപ്പോൾ നിശബ്ദ സിനിമകളൊക്കെ പതിയെ നമ്മുടെ സിനിമാ ലോകത്ത് നിന്നും വിടവാങ്ങി എന്നതാണ് ഇവിടെ ചരിത്രത്തിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ കളർ സിനിമ വന്നപ്പോൾ അതുവരെ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ പിന്നീട് നമുക്ക് കാണാതെയായി. അപ്പോൾ സിനിമയിലെ ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ച് ഒരു ശാസ്ത്രത്തിന്റെ കൂടെ വളർന്നു പോകുന്ന ഒരു കലയാണ് സിനിമ എന്നതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്ര പുരോഗതി സിനിമയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ നിശബ്ദ സിനിമകൾ ആദ്യകാലത്തൊക്കെ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ലൂമിയർ ബ്രദേഴ്സിലൂടെ ആയിരുന്നു. അതിനുശേഷം ചാർലി ചാപ്ലിൻ്റെ സിനിമകളിലൊക്കെ ഇത്തരത്തിൽ നിശബ്ദ സിനിമകളായിരുന്നു എങ്കിലും അതിൽ സംഗീതത്തിന്റെ അംശം ചേർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വിവിധ അമേരിക്കൻ അതുപോലെ തന്നെ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രികളിൽ ആദ്യകാലത്തൊക്കെ ഇത്തരത്തിലുള്ള നിശബ്ദ ചിത്രങ്ങളാണ് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിലെ ചരിത്രത്തിൽ പറയുന്നത്. ഇതാണ് നിശബ്ദ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിശബ്ദ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമില്ലാത്ത സിനിമകളായിരുന്നു എന്നതാണ് ഇതിൽ സാമാന്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ശബ്ദ സിനിമയെക്കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും. ശബ്ദ സിനിമ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ്. ആദ്യം നിശബ്ദ സിനിമയാണെങ്കിൽ പിന്നീട് ശബ്ദ സിനിമ വന്നു. അത് സിനിമയെ സംബന്ധിച്ച് വലിയൊരു ഡെവലപ്മെന്റ് ആയിരുന്നു. ശാസ്ത്രത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മേഖലയായിട്ട് സിനിമ വളർന്നു വന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ശബ്ദ സിനിമകളെ പറയാം. ശബ്ദ സിനിമകൾ ഏകദേശം 30 വർഷത്തിന് ശേഷം, സിനിമകൾ വന്നതിന് ശേഷം ഏകദേശം 30 വർഷത്തിന് ശേഷം ശബ്ദ സിനിമകൾ പുറത്ത് വരാനായിട്ട് തുടങ്ങി എന്നതാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുള്ള സിനിമ ലോകത്തിൽ പുറത്തിറങ്ങിയത് ഡോൺ ജുവാൻ എന്ന് പറയുന്ന സിനിമയാണെന്നാണ് പറയുന്നത്. എന്നാൽ ആദ്യമായിട്ട് അത് ഈ ഡോൺ ജുവാനിലൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ മുഴുവനായിട്ടും ശബ്ദം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു പൂർണ്ണ ശബ്ദ ചിത്രം പുറത്തിറങ്ങുന്നത് ജാസ് സിംഗർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സിനിമയാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട്. അത് ആർദഷീർ ഇറാനി സംവിധാനം ചെയ്തിട്ടുള്ള ആലമാര എന്ന് പറയുന്ന സിനിമയാണ് ആദ്യത്തെ ശബ്ദ സിനിമ എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അത് നമ്മുടെ ബാലൻ എന്ന് പറയുന്ന സിനിമയാണ്. അത് KK അരൂരും നായികയായിട്ട് MK കമലുമാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത്. ഈ സിനിമ സംവിധാനം ചെയ്തത് നൊട്ടാണി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ സിനിമ നിർമ്മാതാവ് TR സുന്ദറാണെന്നാണ് പറയുന്നത്. തുടർന്ന് ശബ്ദ സിനിമകളുടെ ഒരു വലിയ ആവിർഭാവം അല്ലെങ്കിൽ ഒരു വലിയൊരു ഒഴുക്കാണ് ലോകത്തിലുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രികളിലും ഉണ്ടായതെന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന് നമുക്ക് സിനിമയെ സംബന്ധിച്ച് അടുത്തൊരു ഭാഗം പറയാനുള്ളത് കളർ സിനിമയെ കുറിച്ചാണ്. കളർ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയുടെ അടുത്തൊരു വളരെ വലിയൊരു ഡെവലപ്മെന്റ് ആണ്, വലിയൊരു വികസനമാണ് കളർ സിനിമ. കാരണം അതുവരെ നിശബ്ദ ചിത്രങ്ങൾക്ക് ശേഷം ശബ്ദ ചിത്രങ്ങൾ വന്നു. പക്ഷെ അതിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ ഇല്ലാത്ത സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ പഴയ സിനിമകളൊക്കെ ഒരു 70s 60s സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളായിരിക്കും. പക്ഷെ ഒരു 80s ശേഷം നമുക്ക് കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിലും ലോകത്തിലുള്ള ഏത് സിനിമകളാണെങ്കിലും അതിലെല്ലാം കളർ വന്നു എന്നുള്ളത്. അപ്പോൾ ചലച്ചിത്ര വ്യവസായ രംഗത്തെ ഏറ്റവും വലിയൊരു പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നയിച്ചൊരു കണ്ടുപിടുത്തമായിരുന്നു ഈ കളർ സിനിമ എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ വർണ്ണചിത്രം പുറത്തിറക്കിയത് ബെക്കി ഷാർപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ അലയൊലികൾ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള കളർ ചിത്രം അല്ലെങ്കിൽ സിനിമാസ്കോപ്പ് ചിത്രം ദ റോബ് എന്ന് പറയുന്ന ചിത്രമാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അത് കിസാൻ കന്യയാണ്. അത് സംവിധാനം ചെയ്തത് ആർദഷീർ ഇറാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി മലയാളത്തിലാദ്യത്തെ വർണ്ണചിത്രം കണ്ടം വെച്ച കൂട്ട് എന്ന് പറയുന്ന സിനിമയാണെന്നാണ് പറയുന്നത്. അത് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമാണ്. ഇത് മോഡേൺ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ സംവിധായകനായിട്ട് വരുന്നത്
TR സുന്ദർ എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കളർ സിനിമ എന്നതിനെ കുറിച്ച്, ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. അത് സിനിമയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തരംതിരിവിനെയാണ് ഇനി അടുത്ത ഭാഗം പറയുന്നത്. അതായത് സിനിമയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള സിനിമകൾ ഉണ്ട് സ്വഭാവം അനുസരിച്ച്. അതായത് ചില സിനിമകൾ ഹൊറർ സിനിമയായിരിക്കും, അതായത് ഹൊറർ തീമായിരിക്കും ഉണ്ടായിരിക്കുക. ചില സിനിമകളിൽ കോമഡി തീമായിരിക്കും. ചില സിനിമകളിൽ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമകളായിരിക്കും. ചില സിനിമകളിൽ റൊമാൻറ്റിക് ബേസ് ചെയ്തിട്ടുള്ള തീം ബേസ് ചെയ്തിട്ടുള്ള സിനിമകളായിരിക്കും. ചില സിനിമകൾ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സിനിമകളായിരിക്കും. ചില സിനിമകൾ ആക്ഷൻ അഡ്വഞ്ചർ സിനിമകളായിരിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള പാറ്റേണുകളിലുള്ള സിനിമകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അവയിൽ ചിലതിനെ മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതിൽ ഹൊറർ, കോമഡി, മ്യൂസിക്കൽ 3 തരത്തിലുള്ള സിനിമകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടേണ്ടത്. അപ്പോൾ ഹൊറർ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ. ഹൊറർ സിനിമ എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രമേയത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൊറർ സിനിമ എന്ന് പറഞ്ഞാൽ യക്ഷിക്കഥകൾ, അതുപോലെ തന്നെ നമ്മുടെ ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ, മിത്തുകളെ ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന കഥയുള്ള സിനിമകളെയാണ് നമ്മൾ ഹൊറർ സിനിമ എന്ന് പൊതുവെ പറയാറുള്ളത്. അതുപോലെ ഇനി ഹാസ്യ സിനിമ എന്ന് പറയുന്ന, കോമഡി സിനിമ എന്ന് പറയുന്ന സിനിമകളെ കുറിച്ച് നമ്മൾ അതിനൊരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ അത് ഹാസ്യം നിറഞ്ഞ അല്ലെങ്കിൽ കോമഡി നിറഞ്ഞ മനുഷ്യനെ ചിരിക്കാവുന്ന ഒരു പ്രമേയമുള്ള സിനിമകളെയാണ് നമ്മൾ കോമഡി സിനിമകൾ എന്ന് പറയുന്നത്. മ്യൂസിക്കൽ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംഗീതത്തിനും നൃത്തത്തിനും അത്തരത്തിലുള്ള കലകൾക്ക്, ആർട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഈ സംഗീതവുമായിട്ടും അതുപോലെ തന്നെ നൃത്തവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഇറങ്ങുന്ന സിനിമകളെയാണ് നമ്മൾ മ്യൂസിക്കൽ സിനിമ എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ഇനി നമുക്കിത് ഓരോന്നും വെവ്വേറെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഹൊറർ സിനിമയുടെ പ്രത്യേകതകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാം. അത് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ ചരിത്രം പറയുന്നത്. വേൾഡ് ക്ലാസിക്കിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഹൊറർ സിനിമ എന്ന് പറഞ്ഞാൽ ഡ്രാക്കുള പോലത്തെ സിനിമകളൊക്കെ ഉണ്ട്, ബ്രാം സ്റ്റോക്കറുടെ. അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കാണ് കിടക്കുന്നത്. കേരളത്തിൽ 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയാണ് മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ചിത്രം എന്നാണ് പറയുന്നത്. ഈ ഭാർഗവി നിലയം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചത്തിൽ എന്ന് പറയുന്ന നോവലിനെ ആധാരമാക്കിയിട്ട് ഇറക്കിയ സിനിമയാണെന്നാണ് പറയുന്നത്. വിൻസെൻ്റ് ആണ് ഈ ഒരു സിനിമ നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൊറർ സിനിമ എപ്പോഴും യക്ഷി, പ്രേതം, ഭൂതപ്രേതാദികളെയൊക്കെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ആവിഷ്കാരമാണ് ഹൊറർ സിനിമയിൽ കാണുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഹൊറർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. മലയാളത്തിലാണെങ്കിൽ മണിച്ചിത്രത്താഴമൊക്കെ ഇതിന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇതിലെഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് കോമഡി സിനിമകളെ കുറിച്ചിട്ടാണ്. കോമഡി സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ഒട്ടനേകം കോമഡി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മിമിക്സ് പരേഡ്, അതുപോലെ തന്നെ മിമിക്രി ഷോകളൊക്കെ, കോമഡി ഷോകളൊക്കെ ആദ്യകാലത്ത് സിനിമയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അലയൊലികൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സ്വാധീനത്തിന് ശേഷമാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ കോമഡി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് കോമഡി സിനിമകളുണ്ട്. റാംജി റാവു സ്പീക്കിംഗ്, അതുപോലെ തന്നെ ഇൻ ഹരിഹർ നഗർ, അതുപോലെ തന്നെ മിമിക്സ്, 555 പോലുള്ള സിനിമകളൊക്കെ ഒട്ടനവധി ഹാസ്യരംഗങ്ങളുള്ള സിനിമകളാണ്. ഈ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട്, എന്നാൽ കാണുന്ന പ്രേക്ഷകന് ഒരു വളരെ നാച്ചുറലായിട്ട്, വളരെ കൃത്രിമത്വമില്ലാത്ത, വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഹാസ്യമാണ് അല്ലെങ്കിൽ കോമഡിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് കോമഡി സിനിമകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനെ നമ്മളൊന്ന് അച്ചടി ഭാഷയിൽ പറയുകയാണെങ്കിൽ കോമഡി, ആക്ഷേപഹാസ്യം, പാരഡി തുടങ്ങിയ ഹാസ്യ വിഭാഗങ്ങൾ സിനിമയിൽ വന്നതിന് ശേഷമാണ് കോമഡി സിനിമകൾ രംഗത്തേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഈ പാരഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോമഡിയുടെ വിവിധ സ്വഭാവങ്ങളാണ് കേട്ടോ, വിവിധ രൂപങ്ങളാണ്. ആക്ഷേപഹാസ്യം, അതുപോലെ തന്നെ പാരഡിയൊക്കെ.
ഇത് ശരീരപ്രകൃതം, ശരീരചലനങ്ങൾ, സംഭാഷണം, സന്ദർഭം തുടങ്ങിയതിലൂടെയാണ് ഈ പറയുന്ന കോമഡി സിനിമയിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഈ കോമഡി സിനിമകളൊക്കെ ഒരു കാലത്ത് കേരളത്തിൽ നിറഞ്ഞോടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സിനിമകളിലൊന്നും പ്രത്യേകിച്ച് ഫിലിം സ്റ്റാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും വിജയിച്ചിരുന്നു എന്നതാണ് ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് മ്യൂസിക്കൽ സിനിമകളെ കുറിച്ചിട്ടാണ്. മ്യൂസിക്കൽ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംഗീതത്തിനും അതുപോലെ തന്നെ നൃത്തത്തിനും പ്രാധാന്യമുള്ള ഒരു കഥാപ്രമേയമുള്ള സിനിമകളെയാണ് നമ്മൾ മ്യൂസിക്കൽ സിനിമകൾ എന്ന് പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള, റോക്ക് ആൻഡ് റോൾ പോലുള്ള സിനിമകളൊക്കെ, അതുപോലെ തന്നെ ഭരതം, വാനപ്രസ്ഥം, അതുപോലെ തന്നെ അങ്ങനെയുള്ള അത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവയൊക്കെ സംഗീതത്തിന് പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു. ദില്ലിവാല രാജകുമാരൻ അങ്ങനത്തെയുള്ള സിനിമകളൊക്കെ നമുക്കറിയാം. ഇതിലൊക്കെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്തരത്തിലുള്ള സിനിമകളുടെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കലയെ പോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നത്. അതായത് സംഗീതം സിനിമയ്ക്ക് അത്യാവശ്യമുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിനെ ലൈവാക്കി നിലനിർത്തുക എന്നത് സിനിമയെ സംബന്ധിച്ച് ഒരാവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളും ഒരു ഇയറിൽ വരാറുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു സിനിമ, ഒന്നോ രണ്ടോ സിനിമകളൊക്കെ സംഗീതത്തെയോ അല്ലെങ്കിൽ ഡാൻസിനെയോ നൃത്തത്തെയോ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്കിതിൽ എക്സാമ്പിളായിട്ട് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് എഴുതാവുന്നതാണെന്നാണ് പറയുന്നത്. പഴയ കാലത്തൊക്കെ ബോംബെ സിനിമകളിലാണ് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കാണാൻ സാധിക്കുന്നത്. കാരണം ബോംബെയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കർണാട്ടിക് സംഗീതത്തെ ബേസ് ചെയ്തിട്ട് ശങ്കരാഭരണം പോലുള്ള സിനിമകളൊക്കെ പുറത്തിറങ്ങിയത് നമുക്കിത് ഇവിടെ ഉദാഹരിക്കാവുന്നതാണ്. മലയാളത്തിലാണെങ്കിൽ ഇസായിനസ് അബ്ദുള്ള, അതുപോലെ തന്നെ ഭരതം, വാനപ്രസ്ഥം, അതുപോലെ തന്നെ ഹിസൈനസ് അബ്ദുള്ള, റോക്ക് ആൻഡ് റോൾ പോലുള്ള സിനിമകളൊക്കെ നമുക്കിവിടെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകളാണെന്ന് പറയാൻ സാധിക്കും. ഇത് സിനിമയുടെ സ്വഭാവത്തെ ആയി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു തരംതിരിവ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹൊറർ, കോമഡി, മ്യൂസിക്കൽ സിനിമകൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെയും ഇനിയും ഉണ്ട്. ഇനിയും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള സിനിമകളുണ്ട് നമുക്കറിയാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ മൂവീസ്, റൊമാൻറ്റിക് മൂവീസ്, ഫാമിലി ഓറിയൻറ്റഡ് മൂവീസ്, ഡ്രാമ മൂവീസ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ മൂവീസ്, ആക്ഷൻ അഡ്വഞ്ചർ മൂവീസ്, വിവിധ തരത്തിലുള്ള ഇനിയും സിനിമകളുണ്ട്, തരംതിരിവുകളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും വിശദീകരിക്കുന്നില്ല, എന്ന് നമ്മുടെ സിലബസിലില്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഹൊറർ, കോമഡി, മ്യൂസിക്കൽ സിനിമകൾ എന്താണെന്നുള്ളത് സാമാന്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അതിന് ഉദാഹരിക്കാനും സാധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ മൊഡ്യൂൾ 2 മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുവരെ എൻ്റെ ക്ലാസ് കേട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി, നമസ്കാരം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.